ബ്രേക്കപ്പ് ഇവർ ഒന്നിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ ഈസിയാണ്. അത് ബ്രേക്കപ്പിന്റെ സമയത്ത് പെട്ടെന്ന് ക്വിക്കായിട്ട് കട്ടായി പോകരുത്. കാരണം നമ്മൾ ഈ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണ പോലെ ചില ആളുകൾ ഓക്കെ ബ്രേക്കപ്പ് നാളെ തൊട്ട് നിന്നെ ഞാൻ കാണില്ല, പിന്നെ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്തു, ബ്ലാക്ക് ലിസ്റ്റിൽ ഇട്ടു, എവിടെ വെച്ച് കണ്ടാലും കാണാൻ പറ്റാത്ത പോലെ സ്ട്രേഞ്ചേഴ്സായി പിരിയുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇവരൊന്ന് കാണുന്നതിൽ തെറ്റില്ല. എന്തുകൊണ്ട് അവർക്ക് ജസ്റ്റ് ഒരു ഹായ് പറയാം, ഫ്രണ്ട്സ് ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് കണ്ടു കഴിഞ്ഞാലും ഒരു ഹായ് പറയാവുന്ന പോലെ ഈ ബ്രേക്കപ്പും ഒന്നിച്ച് തന്നെ ഇവര് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിലേക്ക് വരാൻ നമ്മൾ മാസങ്ങൾ എടുത്തിട്ടാണ് ആ റിലേഷൻഷിപ്പിൽ എത്തുന്നത്. അതുപോലെ തന്നെ അതിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ ആ കൂടെ തന്നെ നിന്ന് ആ എവിടെ നിന്നാണോ ഇവർ പുറപ്പെട്ടെ അവിടേക്ക് തന്നെ തിരിച്ചെത്താനും ഒന്നിച്ചുള്ള യാത്ര ഗുണം ചെയ്യും. അങ്ങനെ ഒന്നിച്ച് തന്നെ ഇവർ തിരിച്ചുപോയി ആ ഒരു സ്ലോ ഡൗൺ ചെയ്യാനും ഒന്നിച്ചുണ്ടാവണം. അപ്പോഴാണ് ആ പ്രശ്നങ്ങളെല്ലാം പരിഹാരമാവുക. അപ്പോൾ 6 മാസം മിനിമം ആ മെമ്മറി നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാനായിട്ട് എടുക്കും. അപ്പൊ അവൻ ഇല്ലെങ്കിൽ എനിക്ക് വിഷയമല്ല എന്ന് പറയാതെ അവൻ ഇല്ലെങ്കിൽ എനിക്ക് വിഷയമാണ്, പക്ഷെ ഇറ്റ് വിൽ ടേക്ക് ടൈം. എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ മിനിമം ഒരു 6 മാസം വേണമെന്ന് ആദ്യമേ അംഗീകരിക്കുക. ആ ഒരു അക്സെപ്റ്റൻസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്.